മലയാളത്തിൻ്റെ സ്വന്തം ലാലേട്ടനെയും കുടുംബത്തെയും ഇഷ്ടമില്ലാത്തവർ ആരും തന്നെ ഉണ്ടാവില്ല. സൂപ്പർ ദമ്പതികളാണ് മോഹൻലാലും സുചിത്രയും. സിനിമയിലും ജീവിതത്തിലും ലാലേട്ടൻ്റെ ഉയർച്ചയ്ക്കു പിന്നിലും ഭാര്യ സുചിത്രയാണ് എന്നതിൽ ആർക്കും സംശയമില്ല. ഏതൊരു പെൺകുട്ടിയും ആഗ്രഹിച്ചു പോകുന്ന ലാലേട്ടനെ സ്വന്തമാക്കിയ സുചിത്രയോട് പലർക്കും അസൂയ തോന്നിയിരുന്നു. ഇന്ന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഇരുവരുടെയും പ്രണയത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല. ലാലേട്ടൻ്റെ തിരക്കിട്ട സിനിമാ ജീവിതത്തിലും സുചിത്രയ്ക്ക് പ്രധാന പങ്കുണ്ട്. ഏത് യാത്രയിലും സുചിത്രയും ലാലേട്ടനൊപ്പം കൈപിടിച്ച് തന്നെ ഉണ്ടാവാറുണ്ട്. പ്രണവിൻ്റെ സിനിമാ പ്രവേശനത്തിൻ്റെ സമയത്തും ലാലേട്ടനൊപ്പം തന്നെ സുചിത്ര ഉണ്ടായിട്ടുണ്ട്. എന്നാൽ സുചിത്രയ്ക്ക് സുഖമില്ലാതെ ആശുപത്രിയിലാണെന്നാണ് മോഹൻലാൽ ഇന്നലെ മാധ്യമങ്ങളോട് പറഞ്ഞത്. എല്ലാവരെയും ആശങ്കപ്പെടുത്തിയ കാര്യമായിരുന്നു ഇന്നലെ ലാലേട്ടൻ പറഞ്ഞത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിനെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചും മോഹൻലാൽ യാതൊന്നും സംസാരിച്ചിരുന്നില്ല. എന്നാൽ ഇന്നലെ ആ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞു. തൻ്റെ സ്വകാര്യമായ ആവശ്യങ്ങളുടെ തിരക്കുകളുമായി ബന്ധപ്പെട്ട് ഇതുവരെയും താൻ കേരളത്തിൽ ഇല്ലായിരുന്നുവെന്നാണ് മോഹൻലാൽ പറയുന്നത്. മാത്രമല്ല ഭാര്യയ്ക്ക് ഒരു സർജറി വേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എൻ്റെ ഭാര്യയുടെ സർജറിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഹോസ്പിറ്റലിൽ ഇരിക്കേണ്ടി വന്നു എന്ന് മാത്രമാണ് ലാലേട്ടൻ പറഞ്ഞത്. എന്നാൽ ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ പോലും സുചിത്ര ചേച്ചി പൂർണ്ണ ആരോഗ്യവതി ആയിട്ടാണല്ലോ കാണപ്പെട്ടത് എന്നായിരുന്നു ആരാധകർ പറയുന്നത്. അമ്മയെ അടുത്തിടെ വരെയും കൂടെ നിന്ന് പരിചരിച്ചത് സുചിത്ര ആയിരുന്നു. സുചിത്രയ്ക്ക് മുൻപും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. കുറച്ചു നാളുകൾക്ക് മുന്നേ മോഹൻലാലും അസുഖത്തെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു. ഷൂട്ടിംഗ് തിരക്കുകൾ കഴിഞ്ഞെത്തിയ അദ്ദേഹത്തിന് കടുത്ത ശ്വാസതടസ്സവും പനിയും ഉണ്ടായതിനെ തുടർന്നാണ് കൊച്ചിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ടി വന്നത്. ആ സമയത്താണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത്. പൂർണ്ണമായും ആരോഗ്യം വീണ്ടെടുക്കുന്നതിനെ തുടർന്നാണ് അദ്ദേഹം അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാജിവെച്ചത്. മോഹൻലാലിൻ്റെ 28ാം വയസ്സിലാണ് സുചിത്രയെ വിവാഹം ചെയ്യുന്നത്. സിനിമാലോകം ഏറെ കാത്തിരുന്ന താരവിവാഹം തന്നെയായിരുന്നു മോഹൻലാൽ സുചിത്ര വിവാഹം. 1988 ഏപ്രിൽ 28-ന് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചായിരുന്നു വിവാഹം. ആര്യൻ, മൂന്നാം മുറ, ചിത്രം തുടങ്ങിയ സിനിമകൾ റിലീസ് ചെയ്ത് മോഹൻലാൽ സ്റ്റാൻഡം മുഴങ്ങി നിൽക്കുമ്പോഴായിരുന്നു വിവാഹം. പ്രശസ്ത സിനിമാ നിർമ്മാതാവ് കെ ബാലാജിയുടെ മകളാണ് സുചിത്ര. സഹോദരൻ സുരേഷ് ബാലാജിയും നിർമ്മാണ മേഖലയിൽ തുടരുന്നുണ്ട്.